അൻവറിനെ പറ്റി ചർച്ച നടന്നിട്ടുണ്ട്. അൻവർ അവിടെ മത്സരിക്കാനുള്ള സമ്മതം മൂളിയിട്ടുണ്ട്. പക്ഷെ പ്രഖ്യാപനം നടത്തുന്നത് UDF ആണ്. സ്ഥാനാർത്ഥികളാരും സ്വയം പ്രഖ്യാപിക്കരുതെന്ന് KPC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളില്ല. ഈ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചുമ്മാ ആളുകളുടെ പേരുകൾ പറയുന്നതാണ്. അത് നിങ്ങളാരും വിശ്വസിക്കരുത്, ജനങ്ങൾ വിശ്വസിക്കരുത്. പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അത് വിശ്വസിക്കാവൂ. സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഓരോ ആളുകൾ സ്വയം തയ്യാറാക്കി സ്ക്രിപ്റ്റുകൾ കൊടുക്കാറുണ്ട്. ദയവായി ആ സ്ക്രിപ്റ്റുകൾ ആരും വിശ്വസിക്കരുത്. പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന ഫൈനൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥികൾ പുറത്തു വരുന്നത്. അൻവറിനെ പറ്റി ചർച്ച നടന്നിട്ടുണ്ട്. അൻവർ അവിടെ മത്സരിക്കാനുള്ള സമ്മതം മൂളിയിട്ടുണ്ട്. പക്ഷെ പ്രഖ്യാപനം നടത്തുന്നത് UDF ആണ്. അത് എങ്ങനെ വേണമെന്നുള്ളത് പ്രതിപക്ഷ നേതാവും UDF കക്ഷികളും കൂടി തീരുമാനിക്കും. അല്ല, KPC പ്രസിഡന്റ് അങ്ങനെ പ്രഖ്യാപിച്ചില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ പ്രഖ്യാപിച്ചില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ വളരെ വേഗത്തിൽ തീരുമാനിക്കുകയും നല്ല സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്ത് ഇറക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ UDF അധികാരത്തിൽ വരുമെന്ന് കണ്ടുകൊണ്ടാണല്ലോ CPM ഹാലിളകിയിരിക്കുന്നത്. അവർ കോടികളുടെ പ്രചരണം ഇപ്പം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ UDFന് പിന്തുണ നൽകുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്ക്. എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരുമായിട്ട് 2 തവണ ചർച്ച കഴിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്കി ചർച്ച ഉണ്ടാവും. ഇല്ല, ചർച്ചകൾ നടക്കുകയാണ്. ഒന്നുമായിട്ട്